ഹായ് ഫ്രണ്ട്സ്, സ്പൈഡർമാന്റെ അടുത്ത ചാപ്റ്ററായ ബ്രാൻഡ് ന്യൂ ഡേ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ MCUവിൽ നമ്മുടെ ടോം ഹോളണ്ട് പീറ്റർ പാർക്കർ ഇതുവരെ കടന്നുപോയ ഫുൾ ജേണിയുടെ ഒരു ക്വിക്ക് റീക്യാപ്പ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സിവിൽ വാറിൽ തുടങ്ങി നോ വേ ഹോം വരെയുള്ള ഓരോ സിനിമയിലും പീറ്റർ പാർക്കറിന് സംഭവിച്ച പ്രധാന കാര്യങ്ങൾ വിശദമായി തന്നെ നോക്കാം. കഥ തുടങ്ങുന്നത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിലാണ്. ക്വീൻസിൽ ജീവിക്കുന്ന പീറ്റർ പാർക്കർ എന്ന സാധാരണ ഹൈസ്കൂൾ കുട്ടിക്ക് കിട്ടിയ അമാനുഷ്യ ശക്തികളെക്കുറിച്ചും അവൻ രഹസ്യമായി ചെയ്യുന്ന ഹീറോയിസത്തെക്കുറിച്ചും ടോണി സ്റ്റാർക്ക് എന്ന അയൺമാൻ അറിയാനിടയാകുന്നു. പീറ്ററിനെ നേരിൽ കാണാൻ അവന്റെ വീട്ടിലെത്തുന്ന ടോണി അവനെ ടീം അയൺമാന്റെ ഭാഗമാക്കാൻ ക്ഷണിക്കുന്നു. ബെർലിൻ എയർപോർട്ടിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ടീമിനെതിരെ പോരാടാൻ ടോണി പീറ്ററിന് പുതിയൊരു ഹൈടെക് സ്യൂട്ടും നൽകുന്നുണ്ട്. അവിടെ വെച്ചാണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് തട്ടിയെടുത്ത് സ്പൈഡർമാന്റെ മാസ് എൻട്രി. ആ വലിയ ഫൈറ്റിൽ തന്റെ ശക്തിയും കഴിവും കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്താൻ പീറ്ററിന് കഴിഞ്ഞു. അവഞ്ചേഴ്സ് എന്ന വലിയ ലോകത്തേക്ക് പീറ്റർ പാർക്കർ ആദ്യമായി കാൽവെക്കുന്നതും ടോണി സ്റ്റാർക്കുമായുള്ള ആത്മബന്ധം തുടങ്ങുന്നതും ഇവിടെ നിന്നാണ്. അടുത്തത് സ്പൈഡർമാൻ ഹോം കമ്മിങ്. സിവിൽ വാറിലെ വലിയ ഫൈറ്റിന് ശേഷം അവഞ്ചേഴ്സിന്റെ കൂടെ അടുത്ത വലിയ മിഷനുകൾ ചെയ്യണം എന്ന ആഗ്രഹത്തോടെയാണ് പീറ്റർ ജീവിക്കുന്നത്. എന്നാൽ ടോണി അവനോട് നിലവിൽ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആയി ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്തു തുടരാൻ ആവശ്യപ്പെടുന്നു. ഈ സമയത്താണ് പീറ്ററിന്റെ പേഴ്സണൽ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളായ നെഡിനെയും MJയും നമ്മൾ പരിചയപ്പെടുന്നത്. പീറ്റർ സ്പൈഡർമാനാണ് എന്ന വലിയ സത്യം ആദ്യം തിരിച്ചറിയുന്നത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ നെഡ് ആണ്. പീറ്ററിന് തന്റെ ഡബിൾ ലൈഫിനെ കുറിച്ച് മനസ്സ് തുറക്കാൻ കിട്ടുന്ന ഒരേ ഒരു ആശ്വാസമായി നെഡ് മാറുന്നു. എന്ന് മാത്രമല്ല, സ്പൈഡർമാനെ ബാക്ക് എൻഡിൽ ഇരുന്ന് സിസ്റ്റം വഴി സഹായിക്കുന്ന ഗായ് ഇൻ ദ ചെയറായി ഫീൽഡിൽ പീറ്ററിനെ സഹായിക്കാൻ നെഡ് എത്തുമ്പോൾ ഇവരുടെ സൗഹൃദം കൂടുതൽ മനോഹരമാകുന്നു. മറുഭാഗത്ത് അധികം ആരോടും സംസാരിക്കാതെ എപ്പോഴും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിചിത്രമായ ഒരു പെൺകുട്ടിയാണ് MJ. സിനിമയുടെ അവസാനം അവർ മൂന്നുപേരും സുഹൃത്തുക്കളായി മാറുന്നു. ഇതിനിടയിലാണ് ഏലിയൻസിന്റെ പഴയ ആയുധ അവശിഷ്ടങ്ങൾ വെച്ച് മാരകമായ ആയുധങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ആൻഡ്രോ ഡ്രൂംസ് എന്ന വോൾച്ചറിനെ പീറ്റർ കണ്ടുമുട്ടുന്നത്. ടോണിയുടെ വാക്ക് കേൾക്കാതെ പീറ്റർ തനിച്ചുപോയി വോൾച്ചറിനെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ ബോട്ടിൽ വെച്ചുണ്ടായ വലിയൊരു അപകടത്തെ തുടർന്ന് ടോണി അവന്റെ സ്യൂട്ട് തിരിച്ചു വാങ്ങുകയാണ്. നെഡിന്റെ സഹായത്തോടെ സ്വന്തം കഴിവിൽ മാത്രം വിശ്വസിച്ച പീറ്റർ വോൾച്ചറിനെ പരാജയപ്പെടുത്തുന്നു. അതോടെ ടോണി അവനെ ഒഫീഷ്യലായി അവഞ്ചേഴ്സിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ തൽക്കാലം ഒരു സ്ട്രീറ്റ് ലെവൽ ഹീറോയായി തുടരാൻ പീറ്റർ തീരുമാനിക്കുന്നു. അടുത്തത് MCUവിനെ തന്നെ മാറ്റിമറിച്ച ഇൻഫിനിറ്റി വാർ ആണ്. ന്യൂയോർക്കിലെ ഏലിയൻ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പീറ്റർ നേരിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ്. പീറ്ററിനെ രക്ഷിക്കാൻ ടോണി അവന് അയൺ സ്പൈഡർ സ്യൂട്ട് നൽകുന്നു. തുടർന്ന് ടോണിയെ സഹായിക്കാൻ പീറ്റർ ഏലിയൻ ഷിപ്പിൽ കയറി സ്പേസിലേക്ക് പോവുകയും അവിടെ വെച്ച് ഡോക്ടർ സ്ട്രേഞ്ചിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ടൈറ്റൻ എന്ന പ്ലാനറ്റിൽ വെച്ച് താനോസിനെതിരെ നടക്കുന്ന യുദ്ധത്തിൽ പീറ്റർ ധീരമായി പോരാടുന്നു. താനോസ് 6 ഇൻഫിനിറ്റി സ്റ്റോണുകളും കൈക്കലാക്കി സ്നാപ്പ് ചെയ്തതോടെ ലോകത്തിലുണ്ടായിരുന്ന പാതി ജീവനുകളും മാഞ്ഞു പോകുന്നു. അതിനോടൊപ്പം സ്പൈഡർമാനും മാഞ്ഞു പോകുന്നു. അടുത്തത് എൻഡ് ഗെയിം ആണ്. എൻഡ് ഗെയിമിൽ 5 വർഷങ്ങൾക്ക് ശേഷം ബാക്കിയുള്ള അവഞ്ചേഴ്സ് ക്വാണ്ടം തിയറി ഉപയോഗിച്ച് ടൈം ട്രാവൽ വഴി പാസ്റ്റിലേക്ക് പോയി ഇൻഫിനിറ്റി സ്റ്റോണുകൾ എല്ലാം കളക്ട് ചെയ്യുന്നു. തുടർന്ന് ഹൾക്ക് എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സ്നാപ്പ് ചെയ്യുന്നു. താനോസിന്റെ സ്നാപ്പിൽ പൊടിയായി പോയ പീറ്റർ പാർക്കർ ഉൾപ്പെടെയുള്ള എല്ലാവരും ജീവനോടെ തിരിച്ചെത്തുന്നു. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മാജിക് പോർട്ടലിലൂടെ പീറ്റർ പാർക്കർ യുദ്ധക്കളത്തിലേക്ക് എത്തുന്നു. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ താനോസിനെയും അവന്റെ പടയും എന്നേക്കുമായി ഇല്ലാതാക്കാൻ ടോണി സ്റ്റാർക്ക് എല്ലാ ഇൻഫിനിറ്റി സ്റ്റോണുകളും കളക്ട് ചെയ്ത് വീണ്ടും സ്നാപ്പ് ചെയ്യുന്നു. താനോസും താനോസിന്റെ പടയും എന്നേക്കുമായി ഇല്ലാതാക്കുന്നു. ഇൻഫിനിറ്റി സ്റ്റോണുകളുടെ ഭീമമായ പവർ താങ്ങാനാവാതെ ടോണിയും മരണത്തിന് കീഴടങ്ങുന്നു. അടുത്തത് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. ടോണി സ്റ്റാർക്കിന്റെ വേർപാടിൽ നിന്നും മാനസികമായി മുക്തി നേടാൻ ശ്രമിക്കുന്ന പീറ്റർ പാർക്കറിനെയാണ് നമ്മളിവിടെ കാണുന്നത്. തൽക്കാലം സ്പൈഡർമാൻ ജോലിയെല്ലാം മാറ്റിവെച്ച് സ്കൂളിലെ കൂട്ടുകാരോടൊപ്പം യൂറോപ്പ് ട്രിപ്പ് പോകുന്ന പീറ്ററിനെ നിക് ഫ്യൂരി കണ്ടെത്തുന്നു. ടോണി സ്റ്റാർ പീറ്ററിനായി മാറ്റിവെച്ച ഈഡിറ്റ് എന്ന പവർഫുൾ ക്ലാസ് ഫ്യൂരി പീറ്ററിന് കൈമാറുന്നു. ഇതിനിടയിൽ MJ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്ന് മനസ്സിലാക്കുന്നു. അവിടെ വെച്ച് മൾട്ടിവേഴ്സിൽ നിന്ന് വന്നതാണെന്ന് അവകാശപ്പെടുന്ന മിസ്റ്റീരിയെ പീറ്റർ പരിചയപ്പെടുന്നു. സ്റ്റാർക്കിന്റെ പകരക്കാരനാവാൻ തനിക്ക് കഴിയില്ല എന്ന് ഭയന്ന പീറ്റർ ടോണിയുടെ ഈഡിറ്റ് ക്ലാസ് മിസ്റ്റീരിയെ വിശ്വസിച്ച് കൈമാറുന്നു. എന്നാൽ താൻ പറ്റിക്കപ്പെടുകയായിരുന്നുവെന്നും മിസ്റ്റീരിയോ ഡ്രോണുകളെ ഉപയോഗിച്ച് ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വില്ലനാണെന്നും പീറ്റർ വൈകിയാണ് തിരിച്ചറിയുന്നത്. മിസ്റ്റീരിയുടെ കെണിയിൽപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ പീറ്ററിനെ രക്ഷിക്കാൻ ഹാപ്പി ഹോഗൻ എത്തുന്നു. ടോണിയുടെ അഭാവത്തിൽ തളർന്നുപോയ പീറ്ററിന് ഹാപ്പി വലിയൊരു ധൈര്യം തന്നെ നൽകുന്നു. മിസ്റ്റീരിയെ നേരിടാൻ പുതിയൊരു സ്യൂട്ടിനായി പീറ്റർ ടോണിയുടെ ടെക്നോളജി ഉപയോഗിക്കുന്നു. കൂടാതെ സ്വന്തം സ്പൈഡി സെൻസ് പൂർണ്ണമായും വീണ്ടെടുത്ത പീറ്റർ മിസ്റ്റീരിയയെ പരാജയപ്പെടുത്തുന്നു. എന്നാൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മിസ്റ്റീരിയോ ഒരു ഫേക്ക് വീഡിയോ റിലീസ് ചെയ്യുന്നു. സ്പൈഡർമാനാണ് വില്ലനെന്നും അവന്റെ യഥാർത്ഥ പേര് പീറ്റർ പാർക്കർ ആണെന്നും ലോകത്തോട് മുഴുവൻ അവൻ വിളിച്ചു പറയുന്നു. ആ ഒരു വെളിപ്പെടുത്തലോടുകൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. ഇനിയുള്ളത് സ്പൈഡർമാൻ നോ വേ ഹോം ആണ്. മിസ്റ്റീരിയോ പീറ്ററിന്റെ പേര് വെളിപ്പെടുത്തിയതോടെ നോ വേ ഹോമിൽ പീറ്റർ പാർക്കറിന്റെയും അവന്റെ പ്രിയപ്പെട്ടവരുടെയും ജീവിതം പൂർണ്ണമായും തകരുകയാണ്. പീറ്ററിന്റെ കൂട്ടുകാരായ MJക്കും നെഡിനും സ്പൈഡർമാനുമായുള്ള ബന്ധം കാരണം കോളേജ് അഡ്മിഷൻ പോലും നിഷേധിക്കപ്പെടുന്നു. കൂടാതെ മിസ്റ്റീരിയോയുടെ മർഡർ കേസിൽ പീറ്റർ കുടുങ്ങുകയും ചെയ്യുന്നു. ഈ സമയത്ത് പീറ്ററിനെ ലീഗൽ കേസിൽ നിന്നും രക്ഷിക്കാൻ ഒരു അന്ധനായ വക്കീൽ എത്തുന്നു. അത് മറ്റാരുമല്ല, മാറ്റ് മെഡ്രോക്ക് അഥവാ ഡെയർഡെവിൾ. പീറ്ററിനെതിരെ ചുമത്തിയ കേസുകളെല്ലാം മാറ്റ് മെഡ്രോക്ക് തന്റെ വക്കീൽ ബുദ്ധി ഉപയോഗിച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. താൻ കാരണം കൂട്ടുകാരുടെ ഭാവി തകരുന്നത് സഹിക്കാൻ വയ്യാതെ പീറ്റർ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ അടുത്തെത്തുകയും ലോകം മുഴുവൻ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്ന കാര്യം മറക്കാനായി ഒരു മന്ത്രം ചൊല്ലാനും ആവശ്യപ്പെടുന്നു.
സ്പെൽ നടന്നുകൊണ്ടിരിക്കെ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഇടയ്ക്ക് പീറ്റർ ശ്രമിക്കുന്നുണ്ട്. അതോടെ ആ സ്പെൽ പൂർണ്ണമായും പിഴയ്ക്കുന്നു. ഇതോടെ മൾട്ടിവേഴ്സിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മറ്റ് യൂണിവേഴ്സുകളിൽ നിന്നും പീറ്റർ പാർക്കറിനെ അറിയാവുന്ന വില്ലന്മാരായ ഡോക്ടർ ഒക്ടോപസ്, ഗ്രീൻ ഗോബ്ലിൻ, ഇലക്ട്രോ, സാൻഡ്മാൻ, ലിസാർഡ് എന്നിവർ ഈ ലോകത്തെത്തുകയും ചെയ്യുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് അവരെല്ലാം സ്വന്തം ലോകത്തിലേക്ക് തിരിച്ചയച്ചു കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവരെ നന്നാക്കി ജീവനോടെ രക്ഷിക്കാൻ പീറ്റർ ആഗ്രഹിക്കുന്നു. എന്നാൽ പീറ്ററിന്റെ ഈ നല്ല മനസ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഗ്രീൻ ഗോബ്ലിൻ അവരെ വഞ്ചിക്കുകയും പീറ്ററിന്റെ ജീവനായ ആൻമയെ കൊല്ലുകയും ചെയ്യുന്നു. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ആൻമി പറയുന്ന വാക്കുകൾ പീറ്ററിനെ ആകെ തളർത്തുകയാണ്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ആകെ തളർന്നുപോയ പീറ്റർ ആരോടും പറയാതെ മാറി നിൽക്കുമ്പോൾ അവനെ തിരിച്ചു പിടിക്കാൻ എംജെയും നെഡും ശ്രമിക്കുന്നു. ഇതിനിടയിൽ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്ലിംഗ് റിംഗ് കയ്യിൽ വെച്ച് നെഡ് യാദർച്ഛികമായി മാജിക് ചെയ്യാൻ ശ്രമിക്കുന്നു. അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നെഡ് നിർമ്മിച്ച പോർട്ടലിലൂടെ കടന്നു വരുന്നത് മറ്റ് യൂണിവേഴ്സിലെ സ്പൈഡർമാൻമാരായ ടോബി മെക്വയറും ആൻഡ്രൂ ഗാഡ്ഫില്ലുമാണ്. തുടർന്ന് അവർ പീറ്ററിനെ കണ്ടെത്തുകയും മുൻപ് തങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ചും തെറ്റുകളെക്കുറിച്ചും സംസാരിച്ച് അവന് വലിയൊരു മാനസിക പിന്തുണ നൽകുന്നുണ്ട്. എന്നിട്ട് അവർ 3 പേരും ചേർന്ന് വില്ലന്മാരെ എല്ലാവരെയും നേരിടുകയാണ്. തുടർന്ന് അവരെല്ലാം ക്യൂർ ചെയ്ത് നല്ല മനുഷ്യരാക്കി മാറ്റുന്നു. എന്നാൽ ഇതിനിടയിൽ മൾട്ടിവേഴ്സ് പൂർണ്ണമായും തകർന്നു വീഴാൻ തുടങ്ങുമ്പോൾ അത് തടയാൻ പീറ്റർ വലിയൊരു സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. പീറ്റർ പാർക്കർ എന്നൊരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ചതായി ആരും ഓർക്കരുത് എന്ന മന്ത്രം ചൊല്ലാൻ സ്ട്രേഞ്ചിനോട് ആവശ്യപ്പെടുന്നു. മൾട്ടിവേഴ്സിനെ രക്ഷിക്കാനായി സ്ട്രേഞ്ച് ആ മന്ത്രം ചൊല്ലുന്നു. അതോടെ എല്ലാവരും പീറ്റർ പാർക്കർ ആരാണെന്നുള്ള കാര്യം മറക്കുകയും ചെയ്യുന്നു. ഒരു സാധാരണ സ്യൂട്ട് തുന്നിയെടുത്ത് ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാനായി പീറ്ററിന്റെ യാത്ര തുടരുന്നു.